ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിശുദ്ധ റമളാനിലാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ അമലുകൾ സ്വാലിഹാത്തുകൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 14-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഇബ്രാഹിമിലെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നമ്മളോടായി പറയുന്നു: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി അജ്അൽനി മുഖീമ സ്വലാത്തി വമിൻ ദുരിയത്തി റബ്ബനാ തഖബ്ബൽ ദുആ. അതായത് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരാശിയോട് പറയുകയാണ്, നമ്മൾ നമസ്കാരം നിലനിർത്തിയണമെന്ന്, എൻ്റെ നമസ്കാരം എനിക്ക് നിലനിർത്തി തരണമെന്ന്, അതോടൊപ്പം എൻ്റെ സന്താന പരമ്പരകളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കി മാറ്റണമെന്ന്. അപ്പം ഇതിനകത്ത് ഈ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത്, സ്വന്തത്തിന് ദുആ ചെയ്തതോടൊപ്പം തന്നെ ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബാതിഥികൾക്കും സന്താന പരമ്പരകൾക്കും നമസ്കാരം നിലനിർത്താൻ വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്, നമസ്കാരം നിലനിർത്തുക എന്ന് പറയുന്നത് എല്ലാ മുൻകറും ഫക്ഷാവും, മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാകുന്ന കാര്യങ്ങളും മ്ലേച്ഛമായ കാര്യങ്ങളൊക്കെ തടുക്കുക എന്നുള്ളതാണ് നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ നമസ്കാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. അതോടൊപ്പം സന്താന പരമ്പരകൾ നമസ്കാരം നിലനിർത്തേണ്ടതുണ്ട് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ. കാരണം പരലോകമെന്ന പരമപ്രധാനമായ കോടതിയിൽ നിൽക്കുമ്പോൾ, വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ സന്താന പരമ്പരകൾ സന്താനങ്ങൾ നമ്മളെ സ്വർഗത്തിലേക്ക് കടക്കാൻ തടസ്സമാകുന്ന ഒരു അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പം നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ സന്താന പരമ്പരകളെ പെടുത്തണേ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളെ 5 നേരത്തെ നമസ്കാരത്തിൽ ഈ ദുആ പെടുത്തണം എന്നുള്ളതാണ്. എങ്കിലേ ഉള്ളൂ നമ്മളെ ദുആ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. ദുആ സ്വീകരിക്കപ്പെടണമെങ്കിൽ അതോടൊപ്പം ലാസ്റ്റ് പറയുന്നുണ്ട് റബ്ബനാ തഖബ്ബൽ ദുആ എന്ന്. ദുആ സ്വീകരിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ ദുആ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ ആയത്തിന്റെ വിവക്ഷയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തർക്കും ഈ വിശുദ്ധ ഖുർആനിലെ ഈ ദുആ ജീവിതത്തിലുടനീളം പ്രാർത്ഥിക്കുവാനുള്ള തൗഫീഖ് ചെയ്ത് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.